ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാനാണ് കേട്ടോ. കുറച്ച് നാളായി ഇവിടെ അബുദാബിയിൽ ഈ ഒരു ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ നമ്മൾ വരാനായിട്ട് ഇത്തിരി വൈകി പോയി. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെ ഒരാളും ഇല്ല, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് സംശയമായി, ദൈവമേ ഇത് അടച്ചുപൂട്ടി പോയോ, ആരും ഇല്ലേ, തുറന്നിട്ടില്ലേ എന്നൊക്കെ. പക്ഷേ ശരിക്കും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫെസ്റ്റിവൽ കഴിഞ്ഞു. മീൻസ് ഏകദേശം അവർ ഇവിടുന്ന് ക്ലോസ് ചെയ്യാർ ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ഇതുകളൊന്നും ഓപ്പൺ അല്ല, ഷോപ്പൊന്നും ഓപ്പൺ അല്ല. ഇത് ശരിക്കും നമ്മൾ ഈ ഗ്ലോബൽ ഫെസ്റ്റിവലൊക്കെ പോലെ ഒരുപാട് ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഓരോ പ്ലേസിൻ്റെ ഓരോ എന്താ പറയുക സ്റ്റോൾ പോലെയൊക്കെയാണ്. കുറേ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഗബ്രൂന് ആദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ കങ്കാരു ബാഗിൽ ഇട്ടതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആൾ സെറ്റായിട്ട് ഇരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചേട്ടനായാലും ഇഷ്ടമായി. കാരണം അങ്ങനെ നമുക്കായാലും കുറച്ചും കൂടി കൈയൊക്കെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. ഇങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അല്ല ഞങ്ങളൊക്കെ നോക്കി പോയി. പിന്നെ ഈ കുറേ ഈ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറ്റിയ ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് ഉള്ള സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് അറേബ്യൻ സ്വീറ്റാണ് കേട്ടോ. നല്ല കിഡിലെ ടേസ്റ്റാണ്, നല്ല രസമുണ്ട്. ഇത് വന്നിട്ട് ഒറിജിനലായിട്ടുള്ള പരുന്താണ് കേട്ടോ. ഞാൻ വിചാരിച്ചു സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തേട്ടാ. ഇവിടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. രാത്രിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതാണ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ലൈറ്റിങ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ചാടും, നല്ല രസമില്ല കാണാൻ. നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ പോകാൻ പറ്റും കേട്ടോ. മിക്കൂനായാലും ഗബ്രൂനായാലും ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ കളറാണ് രസം. ഗബ്രൂനൊക്കെ ഭയങ്കര ഇഷ്ടമായി. മിക്കുവാണെങ്കിൽ ഫുൾ ഓണായിരുന്നു. മിക്കൂന് അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിട്ടില്ല. ഞാൻ നല്ല വീണ് കഴിഞ്ഞ് പിന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. പിന്നെ ഹെലികോപ്റ്റർ, പിന്നെ പിള്ളേർക്കുള്ളൊരു സെക്ഷൻ തന്നെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അബുദാബിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ കണ്ടിട്ടില്ലെങ്കിൽ ഇനി പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അവിടെയൊക്കെ ഇതൊക്കെ ക്ലോസിങ് ആണ് കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ലേറ്റായി മക്കളെ, ലേറ്റ് എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞങ്ങൾ ഒരു അത്യാവശ്യം ഒരുവിധം സ്ഥലങ്ങളൊക്കെ പോയി. ചില ഷോപ്പുകൾ മാത്രമാണ് കേട്ടോ ക്ലോസ്. ഈ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചിലത് മാത്രമേ ക്ലോസ് ഉള്ളൂ, ബാക്കിയൊക്കെ ഓപ്പൺ ആണ്. പക്ഷേ എന്നാലും റഷായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ആൾക്കാർ വന്നു തുടങ്ങിയതൊക്കെ. എന്നാലും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മിക്കും അപ്പനും കൂടിയിട്ടുള്ള കുറച്ച് ഗെയിം സംഭവങ്ങളാണ്. മിക്കുനാന്ന് പറഞ്ഞിട്ടാണ് ഗെയിമിൽ കയറുന്നത്, പക്ഷേ കളിക്കുന്നത് ഫുള്ള് അപ്പനാണ് കേട്ടോ. കാരണം ചേട്ടന് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഈ ചാടുന്ന സംഭവം നമ്മൾ നാട്ടിലെ ശോഭ സിറ്റിയിൽ പോയപ്പോൾ ഇങ്ങനെ ചാടി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നില്ല, വെറുതെ ചാടലായിരുന്നു. അതേ പിന്നെ മിക്കുനും ഭയങ്കര ഇഷ്ടമാണ്. ചാടുന്നത് എവിടെ കണ്ടാലും അവിടെ നിന്ന് ചാടിക്കോളും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അവന് ഹൈറ്റ് അത്രയ്ക്കും ഇതില്ലാത്ത കാരണം കൊണ്ടും അവനധികം അങ്ങനെ ചാടാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ അവനെ തൂക്കിയിട്ടേക്കല്ലേ. ഇത്രയുള്ളൂ കേട്ടോ. ബൈ.